ബേബികൾ സിനിമ കണ്ടു. പക്ഷേ സിനിമ കണ്ടു കഴിയുമ്പം സംഗീതം കുടുംബവും അച്ഛനും അമ്മയും വൈഫും ഉണ്ട്. പക്ഷേ ഞാൻ സിനിമ കണ്ടു, സംഗീതനെ ഇന്ന് വരെ കാണാത്ത രീതിയിൽ എനിക്ക് സിനിമ കാണാൻ പറ്റി. ആദ്യം അച്ഛനിൽ നിന്ന് തുടങ്ങാം. അച്ഛാ, എങ്ങനെയുണ്ടായിരുന്നു? ഇതുവരെ അവൻ്റെ കണ്ട സിനിമകളിൽ നിന്നൊക്കെ ഭയങ്കരമായ ഒരു ആഹ്ലാദവും മനസ്സിൽ സന്തോഷവും സങ്കടവും ഗൽഗതവും കണ്ണുനീരും ഒക്കെ വന്നൊരു സിനിമ. മറ്റേത് ചുമ്മാ ചിരിച്ചങ്ങ് പോകായിരുന്നു. അതെ അതെ, മറ്റേ ചിരിച്ചങ്ങ് ഈ സിനിമയിൽ അത് പറ്റില്ല. പറ്റില്ല. ഇടയ്ക്കൊന്ന് ഉള്ളില് സന്തോഷവും പുറത്തൊരു സങ്കടമായിട്ട് ഫീൽ ചെയ്തു തിയേറ്ററിൽ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു? സംഗീതിന്റെ അഭിനയം കണ്ടപ്പോൾ ഉള്ളിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ പടത്തിലെ ഇമോഷണൽ സീൻ കണ്ടപ്പോൾ നമ്മളും ഇമോഷണലായി. സംഗീതം നമ്മൾ കണ്ടിങ്ങനെ ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ കണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നുവരെ കണ്ട ചിരിപ്പിക്കുന്ന കഥാപാത്രമാണ്. പക്ഷേ ഇത് ആളുകളെ ഒന്ന് കരയിപ്പിച്ചു സംഗീതം. ആ ഒരു സീൻ വീട്ടിലൊക്കെ എങ്ങനെയാണ്? അല്ല, കരയിപ്പിക്കുന്നതല്ല, വീട്ടിലൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇമോഷൻ ഉണ്ടാകാറുണ്ട്? എൻ്റെ അടുത്ത് ഞങ്ങൾ ഞാൻ റിയൽ ലൈഫിൽ കുറച്ച് ഇമോഷണൽ ആളാണ്. അപ്പോൾ കുറച്ച് ഇമോഷൻസ് ഉള്ള ആളാണ്. അതുകൊണ്ട് അവർക്കൊക്കെ അവർ കണ്ടിട്ടുണ്ട് കരയണൊക്കെ. അച്ഛൻ ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സംഗീതം സംഗീത് വലിയൊരു കലാകാരനാണ്, നല്ലൊരു കലാകാരനാണ്. പക്ഷേ ഈ രീതിക്ക് ഒരു അഭിനയം എന്നെ സംബന്ധിച്ചോളം പേഴ്സണലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മുഹൂർത്തമായിരുന്നു. അമ്മയ്ക്ക് എങ്ങനെയാണ് തോന്നിയത്? ഇത്രയും നാളത്തെ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ആണെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അപ്പോൾ അതെങ്ങനെയാവും എന്നുള്ളൊരു ടെൻഷൻ ശരിക്കും പറഞ്ഞുണ്ടായിരുന്നു. പിന്നെ സീനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഇമോഷണലായിരുന്നു ഞാൻ. അതങ്ങോട്ട് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് ഇരുന്ന് കരയണമായിരുന്നു. മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് കരയുകയായിരുന്നു അല്ലേ? സംഗീത, ഈ പറയുന്ന ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്ന സംഭവങ്ങളാണ്, പത്രത്തിലൊക്കെ വന്ന സംഭവമാണ്. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ഒരു വൈബ് അല്ലേ, ഒരു ജീവിതത്തിൽ അങ്ങനെയാണ്. ആങ്ങളെയും പെങ്ങളും, ആ പെങ്ങൾക്ക് വേണ്ടിയാണ് ആങ്ങളയുടെ ഒരു ജീവിതം മാറ്റിവെച്ച് എല്ലാം ചെയ്യുന്നത്. പക്ഷേ ആ സീനൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഇങ്ങനത്തെ സീനുകൾ എടുക്കുമ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? ഞാൻ എപ്പോഴും 2-3 തവണ പറഞ്ഞു ഞാനത്. എനിക്ക് ആക്ച്വലി ഞാൻ ഇതിനകത്ത് പെർഫോം ചെയ്തതിൻ്റെയൊക്കെ എല്ലാ ക്രെഡിറ്റ്സും ലിജോയ്ക്കാണ്. കാരണം ഞാൻ ആദ്യത്തെ ഒരു ദിവസമൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമായിരുന്നു, എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമായിരുന്നു. പിന്നെ ലിജോ എന്ത് ചെയ്യുന്നു, അതിപ്പോൾ എൻ്റെ സീൻ, ഞാനൊരു മോണോലോഗ്, എൻ്റെ ഡയലോഗ് സീക്വൻസ് ആണെങ്കിൽ പോലും ലിജോൻ്റെ റിയാക്ഷൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിലെൻ്റെ എല്ലാ താങ്ക്സിലും ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ലിജോ ആണ്, അവളുടെ പെർഫോമൻസ് ആണ്. എനിക്ക് ചേച്ചി തന്നെയാണ്, ഇപ്പോൾ ശരിക്കും ചേച്ചി തന്നെയാണ്. അവളും എന്നെ അനിയനെ പോലെയാണ് അവിടെ വെച്ച് നോക്കിയിട്ടുള്ളത്, ഇപ്പോൾ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ നമുക്ക് ഇതിലും കൂടുതൽ ഇമോഷൻ കിട്ടുന്ന കുറച്ച് സീനുകൾ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അറിവിലുണ്ടായിരുന്നു. ഇതിലും വലിയ ഇമോഷൻ കിട്ടുന്ന സീൻ. പക്ഷേ സിനിമയുടെ ലെങ്ത് കാരണം നിങ്ങളൊരു പിരിയുന്ന ഒരു സീനൊക്കെ ആരെയും കണ്ണു നനയിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്കറിയാവുന്ന രീതിയിൽ. പക്ഷെ ആ സീനുകളൊക്കെ കട്ടായി എന്ന് തോന്നുന്നു. ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന എല്ലാ സീക്വൻസും ഇപ്പോൾ ഉണ്ട്. നമ്മൾ എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഡ്രാഫ്റ്റുകളിൽ ചിലപ്പോൾ കേട്ട ഡ്രാഫ്റ്റിലുണ്ടായിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ കേൾക്കുമ്പോൾ തുടങ്ങി ഇങ്ങനെ തന്നെയായിരുന്നു. എൻ്റെയൊക്കെ അവസാനം എൻ്റെ ക്യാരക്ടറുടെ ആർക്ക് തീരുന്നത് ഇവിടെ തന്നെയായിരുന്നു, ആ ഓടിപ്പോകുന്നിടത്ത് തന്നെയായിരുന്നു തീരുന്നത്. ഈ സിനിമ അഭിനയിച്ച് വരുന്ന സമയത്ത് വീടുകളിൽ ഈ സംഭവങ്ങൾ സംസാരിക്കായിരുന്നു. ഒരേ സീൻ കഴിഞ്ഞ് വീട്ടിൽ വരുമല്ലോ, അപ്പം ഈ സിറ്റുവേഷൻ സംസാരിച്ചിട്ടുണ്ട്. ലിജോനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു, ഭയങ്കര ഗംഭീര അഭിനയമാണ്, അവളിൽ നിന്നൊക്കെ കുറെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ മാക്സിമം ഇതിലേറ്റവും ഫീൽ ചെയ്ത ഒരു സീൻ ഓർക്കുവാണ്, ഏത് ഓർക്കും? എനിക്ക് എല്ലാം രസമായിട്ടുള്ള സീനുകളായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഫീൽ ചെയ്ത സീൻ, പക്ഷേ അത് പറയാൻ പറ്റില്ല, ക്ലൈമാക്സ് ആണ്. പക്ഷേ അത് പ്രഷർ കണ്ടറിയാം. എനിക്ക് ഇവരുടെ വാഹനത്തിൽ ഒത്തിരിയാണ്, പക്ഷേ ഒരു വാഹനത്തിലിരുന്ന ഒരു സീനുണ്ട്, അതാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഹൃദയത്തിൽ തട്ടിയത്. എനിക്കൊന്ന് കണ്ണ് നനയിപ്പിച്ചു, അത് തന്നെയാണ്. പക്ഷേ അത് ഈ വാഹനത്തിൽ ഏത് സിറ്റുവേഷനാണെന്ന് തിയേറ്ററിൽ പോയിരുന്ന് കാണണം. അങ്ങനെ സീൻ പറയാൻ പറ്റുമോ? പറയുകയും വേണ്ട. ക്ലൈമാക്സ് ആണ് എനിക്ക് പക്ഷേ ഇതൊരു ഭാര്യയാണ് അല്ലേ, ഭാര്യ എന്ന നിലയിൽ ആ ഒരു ഫീല് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഒരു പെണ്ണാണ്, ഒരു പെൺകുട്ടി എന്ന നിലയിൽ ആ ഫീല് ശരിക്കും കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും. പക്ഷെ നമ്മുടെ ഡയറക്ടറും കൂടെ വരുന്നുണ്ട്. ഡയറക്ടറും കൂടെ ഒന്ന് ഇവിടെ നിർത്തല്ലേ? പക്ഷേ ഗംഭീരമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇമോഷണലായിട്ട് എനിക്കൊന്ന് കണ്ണ് നനയിപ്പിച്ച സീനുകൾ. പക്ഷേ ഈ സീനുകളൊക്കെ എടുക്കുമ്പോൾ തോന്നിയ ഒരു ഫീൽ എന്തായിരുന്നു? അയ്യോ, നമ്മൾ ഭയങ്കര നിർവികാരമായിട്ടാണ് ഈ സാധനം ഷൂട്ട് ചെയ്യുന്നതും ഇത്രയും ദിവസം കാണുന്നതൊക്കെ. ഇപ്പോഴാണ് നമ്മൾ ഓഡിയൻസിൻ്റെ കൂടെ കാണുമ്പോൾ തിരിച്ചത് റീകണക്ട് ചെയ്യാൻ പറ്റുന്നത്. എഴുതുന്ന സമയത്ത് അത് ഫീൽ ചെയ്തിരുന്നു,
പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതൊക്കെ മാറിയിട്ടാണല്ലോ. ഇമ്പാക്റ്റ് കിട്ടുന്നത് ഇവിടെ വന്നപ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് വന്നത്. എല്ലാവർക്കും കാണുന്നു, എല്ലാവരും കരയുന്നു എന്നുള്ളതൊക്കെ വിഷമമാണ്, നൈസാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ ഇവർ തമ്മിലുള്ള അഭിനയത്തെക്കുറിച്ചായിരുന്നു പറയുന്നത്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് ബോധ്യപ്പെട്ടത്. ഇവർ ലിജോയും സംഗീതമായിട്ടുള്ള അഭിനയത്തിൻ്റെ ഫീൽ ചെയ്ത് ആ സമയത്തൊക്കെ ഒരു ഫീൽ ഉണ്ടായ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഷൂട്ടിംഗ് സമയത്ത് ഡയറക്ടർ എന്ന നിലയിലും കണ്ണു നനയുന്ന ഒരു സീൻ ഏതായിരുന്നു? ഒരുപാട് ആക്ച്വലി സംഗീതിൻ്റെയും ലിജോ മോളുടെയും ആ വിഷമം കാറിൽ പറയുന്ന സീൻ ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ വളരെ പ്രൗഡായിട്ട് പറയുന്നത്, വലിയ ടെക്നിക്കാലിറ്റി ഒന്നും ഇല്ലെങ്കിൽ ലിജോ മോളും ഒറിജിനൽ അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ എനിക്ക് ഒരുപാട് എഫക്റ്റ് ചെയ്ത ഒരു സീനാണ്. ഭയങ്കര ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു സാധനം മാജിക്ക് സംഭവിക്കുന്നതും അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സീനായി മാറി. നമ്മളൊന്നും ചെയ്തിട്ടില്ല, എല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നതാണ് അല്ലേ, ദൈവാനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം. സംഗീതൻ്റെ വൈഫ് പറഞ്ഞത് വൈഫിന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, പല സിറ്റുവേഷനും ഫീൽ ചെയ്തു പറഞ്ഞു. അത് ഡയറക്ടറിൻ്റെ ഒരു കഴിവാണ്, സംഗീതത്തിൻ്റെ അഭിനയം. സംഗീതത്തിൻ്റെ അഭിനയം ഇന്ന് വരെ ഇങ്ങനെ കണ്ടിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഈ സംഗീത ഞാനൊന്നും ചെയ്തു, സംഗീതത്തിൻ്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ മാത്രമേ ഉള്ളൂ. നമ്മളൊന്നും ചെയ്തതല്ല, നമ്മൾ അതിനൊരു സ്പേസ് കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലാതെ സംഗീതം ചെയ്തതല്ല, അല്ലാതെ നമ്മളൊന്നും ചെയ്തതല്ല. എന്നിട്ട് അതിനൊരു സ്പേസ് കൊടുത്തു, അത് കാണിക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തു. എനിക്ക് തോന്നുന്നു ഇനി സംഗീതം ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഇനിയും ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈം ആണെന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ വേറെ ആരെങ്കിലും ആയിരിക്കും അല്ലേ. അതെ അതെ, ഫസ്റ്റ് ഇവിടെ കിട്ടി ഇങ്ങനത്തെ ഒരു ആ ഭാഗ്യം എനിക്കുണ്ടായി. അത് സംഗീതത്തിന്റെ ഈ പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. നമുക്കും ആസ് ആൻ ആക്ടർ നമുക്കതിനുള്ള സ്റ്റേജ് തരുന്നിടത്താണ് നമുക്കത് ചെയ്യാൻ പറ്റുക. ഞാൻ ഇന്ന് ലിജോ എനിക്ക് രാവിലെ മെസ്സേജ് അയച്ചുള്ളൂ, നീ ഇങ്ങനെ, ഞാൻ എപ്പോഴും ഇങ്ങനെ എത്ര ടേക്ക് വന്നാലും എത്ര പ്രഷർ ട്രാഫിക്കിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഷൂട്ട്, ഞാൻ എന്നാലും വാക്കിൽ കൂടി അരുൺ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കും ഒരു ടേക്കും കൂടെ തരുമോ. അപ്പോൾ അരുൺ ചേട്ടൻ എത്ര പ്രഷറുള്ള സിറ്റുവേഷനിലാണെങ്കിലും നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ളത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായിരുന്നു തന്നിരുന്നത് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ലിസ്റ്റിൻ ചേട്ടൻ പറഞ്ഞു, ഒരു ദിവസത്തെ കഥ 50 ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ട്രോളായിട്ട് വരുന്നുണ്ടെങ്കിലും അതിവർ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇവർ പ്രഷർ അടിച്ച് ഷൂട്ട് ചെയ്തിരുന്നത്. ടെക്നിക്കാലിറ്റി ആണെങ്കിലും ബാക്കി കാര്യങ്ങൾ ആക്ടേഴ്സിന് ഇവർ ആ സമയം കൂടി ഞങ്ങൾ ആക്ടേഴ്സിനെ തന്നിരുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര സമാധാനമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്റ്റേജ് ഒരുക്കി തന്നത് അരുൺ ചേട്ടൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് ആസ് ആൻ ആക്ടർ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതാണ്. സംഗീത കുട്ടിയെ എടുക്കുന്ന സമയത്ത് കുട്ടി എടുക്കുന്നുണ്ടല്ലോ, അതെങ്ങനെ തോന്നി? ഭയങ്കര നല്ലതായിരുന്നു, ഭയങ്കര ഇമോഷണലായിട്ട് തന്നെയാണ് എല്ലാം ചെയ്തത്. സംഗീത കുട്ടി എടുക്കുമ്പോൾ പ്രാർത്ഥിച്ചോ? കുട്ടിയെ എടുത്ത് സംഗീതത്തിൽ പരിചയമൊന്നുമില്ല. സിനിമയാണെന്ന് അറിയുമ്പോഴും ആ എടുക്കുന്ന ഒരു ചെറിയ കുട്ടി 4 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയാണ്. ടെൻഷൻ ഉണ്ടായോ? ഒരു ഇത് വന്നു, എന്താ പറയാ, അയ്യോടാന്ന് പറയില്ലേ നമ്മള്, ആ ഒരു ഇത് വന്നു. എന്തായാലും സന്തോഷായില്ലേ? ഒരുപാട്. അപ്പം നല്ല സിനിമ, രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.